നിങ്ങളെ ജീവന് തുല്യം സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തി പെട്ടെന്നൊരു ദിവസം നിങ്ങളോട് സംസാരിക്കുന്നത് നിർത്തിയാൽ നിങ്ങൾക്ക് എന്ത് തോന്നും? അതൊരു പക്ഷേ ഒരു പ്രണയബന്ധമാകാം, അല്ലെങ്കിൽ ഒരു സൗഹൃദമാകാം, അതുമല്ലെങ്കിൽ വർഷങ്ങളായിട്ട് ഒരുമിച്ച് ജീവിച്ച ഭാര്യാഭർത്താക്കന്മാരാകാം. നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളുടെ പേരിൽ കുടുംബത്തിൽ എപ്പോഴും വഴക്കുകളൊക്കെ ഉണ്ടാവുകയും അത് ഒടുവിൽ വിവാഹമോചനത്തിൻ്റെയൊക്കെ വക്കീൽ വരെയൊക്കെ എത്തി നിൽക്കുകയും ചെയ്യുന്ന അവസ്ഥ ഒരു വ്യക്തിയെ എത്രമാത്രം വേദനിപ്പിക്കുന്നുണ്ട് എന്ന് എനിക്ക് വളരെ നന്നായിട്ട് തന്നെ അറിയാം. അവരെപ്പോഴെങ്കിലും ആ പിണക്കമൊക്കെ മാറി ഒന്ന് സംസാരിക്കുമോ എന്നൊക്കെ കരുതി നിങ്ങൾ പലപ്പോഴും ഉറങ്ങാതെ കിടന്നിട്ടുണ്ടാകും അല്ലേ? നമസ്കാരം, ഞാൻ അശോക് നാരായൺ. ഞാനൊരു ഹിപ്നോതെറാപ്പിസ്റ്റാണ്, ട്രെയിനറാണ്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് തകർന്ന ബന്ധങ്ങളെ കൂട്ടിച്ചേർക്കുന്ന വിശദമായിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ എനർജി ടെക്നിക്കിനെ കുറിച്ചാണ്. അടുത്ത കുറച്ച് മിനിറ്റുകൾ നിങ്ങൾ എനിക്ക് പൂർണ്ണമായിട്ടും വിട്ടുതരികയാണെങ്കിൽ നിങ്ങളെ വിട്ടുപോയ ആ വ്യക്തി, അല്ലെങ്കിൽ നിങ്ങളോട് ഇപ്പോൾ സംസാരിക്കാത്ത നിങ്ങളുടെ ജീവിത പങ്കാളി അഥവാ സുഹൃത്ത് നിങ്ങളെ തേടി വരികയും വളരെ സ്നേഹത്തോടെ നിങ്ങളോടൊപ്പം സംസാരിച്ചു തുടങ്ങുകയും ഇടപഴകുകയും ഒക്കെ ചെയ്യും. സൈക്കോളജിയിലും ഊർജ്ജതന്ത്രത്തിലുമൊക്കെ ഇതിനെ വിളിക്കുന്നത് ടെലിപ്പതിക് അലൈൻമെൻറ്റ് എന്നാണ്. ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ടും കാണുകയും ഇതിൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുകയും ചെയ്താൽ റിസൾട്ട് 100% ഉറപ്പാണ്. അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഈ പ്രപഞ്ചത്തിൽ ശരിക്കും ഒന്നും തന്നെ നഷ്ടപ്പെട്ടു പോകുന്നില്ല. നിങ്ങളുടെ ജീവിത പങ്കാളിയെയോ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെയോ ഒന്നും നിങ്ങൾ വിട്ടുപോയിട്ടില്ല. അവരുടെ സ്നേഹവും എങ്ങോട്ടും പോയിട്ടില്ല. അവിടെ ആകെ നഷ്ടപ്പെട്ടു പോയത് നിങ്ങൾ തമ്മിലുള്ള അലൈൻമെൻറ്റ് മാത്രമാണ്. മനസ്സിലായോ? അതായത് കുടുംബത്തിലും വിവാഹ ജീവിതത്തിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഈഗോ, തെറ്റിദ്ധാരണകൾ, ഇതൊക്കെ കാരണമാണ് അല്ലേ? ഒരു ഭാര്യയും ഭർത്താവും രണ്ട് നെഗറ്റീവ് ഫ്രീക്വൻസികൾ നിൽക്കുമ്പോൾ അവിടെ സംസാരിക്കുന്നത് സ്നേഹമല്ല, മറിച്ച് ദേഷ്യവും വാശിയും വെറുപ്പും ഒക്കെയാണ്. അവർ ഊർജ്ജപരമായിട്ട്, അതായത് വൈബ്രേഷണലി രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ദിശകളിലൂടെ അവിടെ സഞ്ചരിക്കാൻ തുടങ്ങും. വാസ്തവത്തിൽ ഇത്ര മാത്രമേ അവിടെ സംഭവിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണ്ടത് അവരെ നിർബന്ധിച്ച് സ്നേഹിപ്പിക്കാനുള്ള ഒരു കഴിവല്ല, മറിച്ച് അവരുടെ സ്നേഹവും സാന്നിധ്യവും ഒക്കെ സ്വീകരിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് മാത്രമാണ്. അതായത് ഈ വിവാഹമോചനത്തിലേക്കൊക്കെ നീങ്ങുന്ന ഒരു ബന്ധത്തിൽ പോസിറ്റീവായിട്ടുള്ള ഊർജം കൊടുത്ത് അതിനെ എങ്ങനെ തിരികെ കൊണ്ടുവരാം എന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇതിലേക്ക് കടക്കുന്നതിന് മുൻപ് എന്നെ കാണാൻ വന്ന 2 പേരുടെ അനുഭവം ഞാൻ നിങ്ങളോട് ഒന്ന് പങ്കുവയ്ക്കാം. ആദ്യത്തേത് ശ്രുതി എന്നുള്ള ഒരു പെൺകുട്ടി. ഒരു കാരണവുമില്ലാതെ ശ്രുതിയുടെ ബോയ് ഫ്രണ്ട് അവളെ അങ്ങ് ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു. കാമുകൻ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു. അവൾ ഭക്ഷണം കഴിക്കാതെ, ഉറങ്ങാതെ, ആകെ ഡെസ്പറേറ്റായിട്ട് അവനെ തിരികെ വിളിക്കാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ കിട്ടിയിട്ടില്ല. അങ്ങനെ ഡിപ്രഷനിലേക്ക് പോയ അവൾക്ക് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്ന ഈ അലൈൻമെൻറ്റ് ടെക്നിക്ക് കൊടുത്തു. 4ാമത്തെ ദിവസം, കഴിഞ്ഞ 3 മാസങ്ങളായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ലാതിരുന്ന ആ ബോയ് ഫ്രണ്ട്, ആ വ്യക്തി അവളെ എങ്ങോട്ട് വിളിച്ച് സംസാരിച്ചു. ഒരനുഭവം കൂടി പറഞ്ഞിട്ട് നമുക്ക് തുടരാം. 2ാമത്തെ അനുഭവം ഒരു ഫാമിലി റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമുക്കവരെ രാജീവ് ആൻഡ് മീര എന്ന് വിളിക്കാം. 7 വർഷത്തെ ദാമ്പത്യം, ഒരു കുഞ്ഞുണ്ട്. പക്ഷേ നിരന്തരമുള്ള വഴക്കുകൾ കൊണ്ട് അവർ വിവാഹമോചനത്തിന് കേസ് ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തയ്യാറെടുത്തിരിക്കുകയായിരുന്നു. രാജീവാണെങ്കിൽ കടുത്ത ദേഷ്യത്തിൽ, മീര വല്ലാത്ത ഭയത്തിലും അരക്ഷിതാവസ്ഥയിലും. അവർ ഒരേ വീട്ടിൽ തന്നെ കഴിഞ്ഞിട്ടും പരസ്പരം സംസാരിച്ചിരുന്നില്ല. ഞാൻ അവരോട് പ്രത്യേകം ഒന്ന് പറഞ്ഞു, നിങ്ങൾ 2 പേരും ഇപ്പോൾ നിൽക്കുന്നത് കുറ്റപ്പെടുത്തലുകളുടെയും അതുപോലെ ഈഗോയുടെയും ഒക്കെ ഫ്രീക്വൻസിയിലാണ്. ആദ്യം നിങ്ങളുടെ ഉള്ളിലെ ആ കടുത്ത ദേഷ്യം അല്ലേ, അത് ഒന്ന് മാറ്റണം. പിന്നീട് നിങ്ങളുടെ സബ് കോൺഷ്യസ്
മൈൻഡ് റീപ്രോഗ്രാമിലൂടെ ഞാൻ നിങ്ങളുടെ മറ്റ് കാര്യങ്ങളെല്ലാം മാറ്റിത്തരാം, പരിഹരിച്ചു തരാം എന്ന് പറഞ്ഞു. അവർക്കൊരല്പം സമയം കൊടുത്തു അവരവരുടെ തന്നെ മനസ്സിൽ നേരത്തെ പറഞ്ഞ വിധത്തിലുള്ള നെഗറ്റീവ് ചിന്തകളെ മാറ്റാൻ. അവർ സ്വയം അവരുടെ മനസ്സിനെ ഒന്ന് ഹീൽ ചെയ്തു, ഈ ചിന്താഗതികൾ മാറ്റം വരുത്തിക്കൊണ്ട്. അതിനുശേഷം ഞാൻ സബ് കോൺഷ്യസ് മൈൻഡ് റീപ്രോഗ്രാമിങ്ങിലൂടെ, അതായത് ഹിപ്നോസിസിലൂടെ അവരുടെ മനസ്സിലെ മുൻവിധികളെ മാറ്റി പരസ്പരം ക്ഷമിക്കാനുള്ള ഒരു ടെലിപ്പത്തിക് മെസ്സേജ് മനസ്സിലൂടെ അയക്കാൻ ഞാൻ അവരെ പഠിപ്പിച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ രാജീവ് സ്വയം തന്നെ മീരയോട് സംസാരിക്കുകയും സാവധാനം ആ വിവാഹമോചനത്തിലുള്ള തീരുമാനം അവർ ഉപേക്ഷിക്കുകയും ചെയ്തു. വളരെ മനോഹരമായിട്ട് ആ ജീവിതം ഇന്നും മുന്നോട്ട് പോകുന്നുണ്ട്. വാസ്തവത്തിൽ സ്നേഹം ചോദിച്ചു വാങ്ങാനുള്ളതല്ല, പിന്നെയോ അത് നമ്മുടെ ഉള്ളിലെ ഈ ഈഗോയെ മാറ്റിയിട്ട് ആകർഷിച്ചെടുക്കാനുള്ളതാണ് എന്ന് ഈ അനുഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇനി നമുക്ക് ആ പ്രാക്ടീസിലേക്ക് വരാം. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ പൂർണ്ണമായിട്ടും ശാന്തമായിരിക്കണം. വണ്ടി ഓടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ തിരക്കുള്ള സമയത്ത് ഇത് ചെയ്യരുത്. കാരണം ഒരു പക്ഷേ നിങ്ങളൊരു ചെറിയ മയക്കത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ആദ്യം വളരെ സുഖമായിട്ട് എവിടെയെങ്കിലും ഇരിക്കുക. അതിനുശേഷം സാവധാനം കണ്ണുകളടയ്ക്കണം. എന്നിട്ട് വലിയ ഒരു ശ്വാസം, ദീർഘമായിട്ട് ഒരു ശ്വാസം ഉള്ളിലേക്കെടുത്ത് സാവധാനം പുറത്തേക്ക് വിടുക. നിങ്ങളുടെ ശരീരത്തിനെയും മനസ്സിനെയും ഒക്കെ പൂർണ്ണമായിട്ടും ഒരു വിശ്രമാവസ്ഥയിലേക്ക് പോകാൻ അനുവദിക്കണം. ഇവിടെ നിങ്ങളുടെ ഉള്ളിലെ ദേഷ്യം, സങ്കടം, മുൻവിധികൾ ഇതെല്ലാം ആ നിശ്വാസത്തിലൂടെ പുറത്തേക്ക് പോകുന്നതായിട്ട് മനസ്സിൽ കാണുക. ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ വ്യക്തിയെ, അത് നിങ്ങളുടെ ഭർത്താവിനെ അല്ലെങ്കിൽ ഭാര്യയെ അല്ലെങ്കിൽ കാമുകനെ, നിങ്ങളുടെ സുഹൃത്തിനെ ഒക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവരണം. ദൂരെ എവിടെയോ ഉള്ള ഒരാളായിട്ടല്ല, നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട, നിങ്ങളുടെ തൊട്ടടുത്ത് നിൽക്കുന്ന, നിങ്ങളോട് ചേർന്നിരിക്കുന്ന ഒരാളായിട്ട് അവരെ സങ്കല്പിക്കണം. എന്നിട്ട് നിങ്ങളുടെ നെഞ്ചിൻ്റെ മധ്യഭാഗത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കണം. നിങ്ങളുടെ നെഞ്ചിൻ്റെ മധ്യഭാഗത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കണം. കാരണം അവിടെ നിന്നാണ് നിങ്ങളുടെ ഈ എനർജി പുറത്തേക്ക് പോകേണ്ടത്, ഈ സ്നേഹത്തിൻ്റെ ഊർജം പുറത്തേക്ക് പോകേണ്ടത്. എന്നിട്ട് നിങ്ങളുടെ മനസ്സിൽ അവരോട് പറയണം, നിങ്ങളുടെ മനസ്സിൽ അവരോട് പറയണം, കഴിഞ്ഞു പോയ എല്ലാ തെറ്റുകളും ഞാൻ പൂർണ്ണമായും പൊറുക്കുന്നു, ക്ഷമിക്കുന്നു. എൻ്റെ ഈഗോ ഞാൻ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കുന്നു. നമുക്ക് പുതിയ ഒരു ജീവിതം തുടങ്ങാം, അല്ലെങ്കിൽ പുതിയ ഒരു ബന്ധം ആരംഭിക്കാം. വിവാഹബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ കാണുമെങ്കിൽ അവർ നിങ്ങളോട് ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നത്, പഴയതുപോലെ വളരെ സ്നേഹത്തോടു കൂടി നിങ്ങൾ കൈകൾ ചേർത്ത് പിടിക്കുന്നത്, നടക്കുന്നത്, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നത് ഒക്കെ മനസ്സിൽ കാണുക. അവരുടെ മുഖത്തെ ആ പുഞ്ചിരി കാണുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ആ സന്തോഷമില്ലേ, ആ ഒരു സമാധാനമില്ലേ, അത് ഇപ്പോൾ തന്നെ നിങ്ങളുടെ ശരീരത്തിലും മനസ്സിലും ഫീൽ ചെയ്യണം. ഈ നിമിഷം നിങ്ങൾ ഒരു മാജിക്ക് ചെയ്യുകയാണ്. നിങ്ങളും ആ വ്യക്തിയും ഒരേ ഫ്രീക്വൻസിയിലേക്ക് അലൈൻഡ് ആവുകയാണ്. നിങ്ങളുടെ ഊർജം, നിങ്ങളുടെ ഈ പോസിറ്റീവ് വൈബ്രേഷൻ ഒരു തടസ്സങ്ങളുമില്ലാതെ അവരിലേക്ക് പൂർണ്ണമായിട്ടും എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ മനസ്സിലെ ആ ദേഷ്യം, നിങ്ങളോടുള്ള ആ പരിഭവം, അത് ഒരു മഞ്ഞ മല പോലെ സ്വയം ഉരുകിത്തീരുകയാണ്. ഈ ടെക്നിക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും വലിയ ഒരു കാര്യം റിലാക്സ് ചെയ്യുക എന്നതാണ്. വളരെ ശാന്തമായിട്ട് നിലനിൽക്കുക എന്നുള്ളതാണ്. കുറ്റപ്പെടുത്തലുകളെല്ലാം പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കുക. വിവാഹമോചനം പോലെയൊക്കെയുള്ള വലിയ പ്രശ്നങ്ങളിൽ നിൽക്കുന്നവരാണ് എങ്കിൽ ഈ പോസിറ്റീവ് എനർജി പാസ് ചെയ്ത് കഴിഞ്ഞാൽ അവരിൽ നിന്നുള്ള ആ മാറ്റം നിങ്ങളിലേക്ക് വരും എന്ന് പൂർണ്ണമായിട്ടും ഉറച്ച് വിശ്വസിക്കണം.
ആ ഒരു സമാധാനത്തോടു കൂടി തന്നെ നിങ്ങളുടെ മറ്റ് ജോലികൾ തുടരണം. ഒരു വിധത്തിലുമുള്ള ഒരു ഡെസ്പറേഷനും ഒരു അസ്വസ്ഥതയും ഒന്നും നിങ്ങൾക്ക് ആവശ്യമില്ല. നിങ്ങൾ മാറുമ്പോൾ, നിങ്ങളുടെ ഉള്ളിലെ ഊർജം മാറുമ്പോൾ, നിങ്ങളുടെ പങ്കാളിയും തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുകൂലമായിട്ട് മാറും. ഇത് പ്രപഞ്ചത്തിൻ്റെ വളരെ വലിയ ഒരു നിയമമാണ്. നിങ്ങളിൽ പലർക്കും ഈ ഒരു ടെക്നിക്ക് ഇപ്പോൾ തന്നെ വളരെ വലിയൊരു സമാധാനം നൽകിയിട്ടുണ്ടാവും അല്ലേ? എന്നാൽ സ്വന്തം ഉപബോധ മനസ്സിൽ വളരെ ആഴത്തിൽ വേരുറച്ചു പോയിരിക്കുന്ന സങ്കടങ്ങളും പങ്കാളികളൊക്കെ തന്ന മുറിവുകളും കുടുംബ പ്രശ്നങ്ങളും കാരണം പലർക്കും ഈ പറയുന്ന കാര്യങ്ങളിൽ പൂർണ്ണമായിട്ടും ഫോക്കസ് ചെയ്യാനോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് സ്വന്തം ജീവിതത്തിൽ അത് അപ്ലൈ ചെയ്യാനോ സാധിച്ചു എന്ന് വരില്ല. ഈ വിധത്തിൽ പഴയകാല ബന്ധങ്ങളുടെ മുറിവുകൾ ഉണങ്ങാതെ കുടുംബ പ്രശ്നങ്ങളിലൊക്കെ പെട്ട് വിവാഹമോചനത്തിൻ്റെയൊക്കെ വക്കിൽ സ്ട്രക്കായി നിൽക്കുന്നവരെ ആ വേദനകളിൽ നിന്ന് മോചിപ്പിച്ച് സ്നേഹം നിറഞ്ഞ ഒരു ജീവിതത്തിലേക്ക് നയിക്കാൻ വേണ്ടി ഞാൻ ആൽക്കമി 2.0 എന്നുള്ള ഒരു ഓൺലൈൻ മെൻറ്ററിങ് പ്രോഗ്രാം തയ്യാറാക്കിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ഇരുമ്പിനെ സ്വർണ്ണമാക്കി മാറ്റുന്ന വിദ്യയാണ് ആൽക്കമി എന്ന്. അതുപോലെ നിങ്ങളുടെ ഉള്ളിലെ ദേഷ്യത്തെയും പരാജയബോധത്തെയും കുറ്റബോധത്തെയും മറ്റ് വിഷമങ്ങളെയും ഉറക്കമില്ലായ്മയും ഒക്കെ പൂർണ്ണമായിട്ടും മാറ്റി അഡ്വാൻസ്ഡ് ഹിപ്നോതെറാപ്പിയിലൂടെയും സബ് കോൺഷ്യസ് റീപ്രോഗ്രാമിലൂടെയും നിങ്ങളെ തികച്ചും പുതിയ ഒരു വ്യക്തിത്വത്തിലേക്ക് മാറ്റുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ യാത്രയാണ് ആൽക്കമി 2.0. വിവാഹ ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലുമൊക്കെ വളരെ വലിയ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഈ പ്രോഗ്രാമിൽ എന്നോടൊപ്പം ജോയിൻ ചെയ്യാം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഇവിടെ കാണിച്ചിരിക്കുന്ന 8086089337 എന്നുള്ള നമ്പറിലോ 7736298611 എന്നുള്ള ഈ നമ്പറിലോ നിങ്ങൾക്ക് ബന്ധപ്പെടാം. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും കുടുംബത്തിലും വളരെ വലിയൊരു മാറ്റം കൊണ്ടുവരും എന്ന് ഞാൻ ഉറപ്പു തരുന്നു. നിങ്ങൾക്ക് ഈ ടെക്നിക്ക് വഴി നിങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ നിന്ന് മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ അത് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും ചുവട്ടിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഈ വീഡിയോ ആവശ്യമുള്ള നിങ്ങളുടെ ആ ഒരു സുഹൃത്തിന് വേണ്ടി ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. ഈ വിധത്തിലുള്ള വിഷയങ്ങൾ നിരന്തരം കിട്ടാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻസ് കൃത്യമായി കിട്ടാൻ ബെല്ലൈക്കൺ കൂടി ഒന്ന് പുഷ് ചെയ്തേക്കുക. അപ്പോൾ വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലൂടെ വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം വിട പറഞ്ഞു പിരിയുന്നു. സ്നേഹപൂർവ്വം, അശോക് നാരായൺ. താങ്ക് യു.